നമ്മൾ മനുഷ്യന്മാരായി ജനിച്ചതുകൊണ്ട് വലിയ മഹത്വമുള്ള ജീവികളാണെന്നാണ് നമ്മളുടെയൊക്കെ ഒരു ഭാവമല്ലേ? എന്നാൽ ഈ കുഞ്ഞി ചിക്കനെ വരെ നോക്കിക്കേ. എല്ലാവർക്കും അവരുടെ പേരറിയാം, അവരുടെ സ്പേസ് അറിയാം, അവരുടെ ജോലി അറിയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോളിഡേക്ക് പോയ വൂളി എക്സ്പീരിയൻസ് ഫാം ഹൗസിലെ തെറാപ്പി ചിക്കൻസാണിവർ. ചിക്കൻ പോലും മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? Chili. 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 And she starts to breathe very gently, nice slow breaths. Sometimes they're lower beak. Okay. They are bred as therapy chickens, so easy to train. Oh, right. Very relaxing, very pretty chickens. Oh, as they well. are. Nice. Try this one now, Rocky. Come on, baby. Get your ഇവരെ ഉപയോഗിക്കുന്നത് സ്ട്രെസ്, ആങ്സൈറ്റി, ഓട്ടിസം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെയുള്ള ആൾക്കാർക്ക് റിലാക്സേഷന് വേണ്ടി, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ അടുത്തുള്ള റെക്സം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് ഇവിടെ വരികയും എക്സാം സമയത്ത് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി തെറാപ്പി എടുക്കുകയും ചെയ്യാറുണ്ട്. ചില്ലി, നാച്ചോ, പോപ്കോൺ, ഡോമിനോസ് എന്നൊക്കെയാണ് ഇവരുടെ പേര്. നാച്ചോനെ സാബുജിയുടെ കൈക്കുള്ളിൽ നിന്നും എടുത്തൊന്ന് മാറ്റാൻ വേണ്ടി ലെസ്ലീൻ ടെറി നല്ലതുപോലെ പാടുപെട്ടു. പോകുന്നേയില്ല. കണ്ണിൽ ഒരു ദുഃഖത്തിൻ്റെ കടൽ ഒളിപ്പിച്ചു വെച്ച റാംബോ എന്ന ആട്ടുമാമയും ഞങ്ങളുടെ കൂടെ കൂടി. എന്താ നാച്ചോയ്ക്ക് മാത്രമേ സാബുജിയുടെ കയ്യിലിരിക്കത്തുള്ളൂ എന്ന് ചോദിച്ച് പോപ്കോണും നേരെ മേലെ കയറിയിരുന്നു. ഇവരിടുന്ന ഓർഗാനിക് മുട്ട നമ്മൾക്കവിടെ കഴിക്കാൻ ഇവർ തന്നിരുന്നു. നല്ല സ്വീറ്റാണ് ഇവരുടെ മുട്ടയും. ഇവരുടെ സ്വഭാവം പോലെ തന്നെ. എന്തോ ഇവിടുത്തെ ഓരോ മൃഗങ്ങളോടും ജീവികളോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരം മനസ്സിന് വല്ലാത്ത ഭാരമായിരുന്നു.